Good morning, students. Plus one statistics online class like all വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. So we are discussing the second chapter of statistics, collection of data. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സാമ്പിളിംഗ് എറേഴ്സിനെ കുറിച്ചാണ്. You know there are two types of errors. രണ്ട് തരത്തിലുള്ള പിഴവുകളാണ് ഉണ്ടാവുക. ഒന്ന് സാമ്പിളിംഗ് എറർ, സാമ്പിളിംഗ് പിഴവുകളും മറ്റൊന്ന് നോൺ സാമ്പിളിംഗ് എറർ, സാമ്പിളിംഗ് ഏതര പിഴവുകളും. ഇതിൽ നമ്മൾ സാമ്പിളിംഗ് എറർ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റ്. ട്രൂ വാല്യൂവും എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് സാമ്പിളിംഗ് എറർ. യു നോ, ട്രൂ വാല്യൂ ഈസ് ദ പോപ്പുലേഷൻ ആവറേജ് ആൻഡ് എസ്റ്റിമേറ്റ് ഈസ് ദ സാമ്പിൾ ആവറേജ്. നമ്മൾ വളരെ വിശദമായിട്ട് ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. അറിയാം, ഈ സാമ്പിളിംഗ് എറർ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സാമ്പിളിംഗ് പിഴവുകൾ ഇല്ലാതാക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട്. ടു റെഡ്യൂസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സാമ്പിളിംഗ് എറർ, വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സാമ്പിൾസ് ടേക്കൺ. അപ്പം പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾസിൻ്റെ എണ്ണം കൂട്ടിയാൽ നമുക്ക് സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടി സീരിയസ് ആയ ഒരു പിഴവാണ് നോൺ സാമ്പിളിംഗ് എറർ. ഈ നോൺ സാമ്പിളിംഗ് എററിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് ഒരിക്കൽ ആ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതാക്കാൻ സാധ്യമല്ല. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മിനിമൈസ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറർ മിനിമൈസ് ചെയ്യാൻ, കുറയ്ക്കാൻ വളരെ പ്രയാസമാണ്. സോ ലെറ്റ് us discuss about non-sampling errors in detail. Non-sampling errors. ഈ നോൺ സാമ്പിളിംഗ് എറർ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എങ്ങനെയെല്ലാമായിരിക്കും? ഏറ്റവും പ്രധാനമായിട്ട് ഇത് സംഭവിക്കുന്നത് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദത്തങ്ങൾ ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ മൂലമാണ്. അപ്പം ഇറേഴ്സ് ഇൻ ഡാറ്റ എക്വിസിഷൻ, ഇറേഴ്സ് ഇൻ ഡാറ്റ എക്വിസിഷൻ, ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ, ദത്തങ്ങൾ ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകളാണ് നോൺ സാമ്പിളിംഗ് എററിന് കാരണമാവുന്നത്. ഒന്ന്, ദിസ് ടൈപ്പ് ഓഫ് എറേഴ്സ് ഒക്കേഴ്സ് വെൻ വി റെക്കോർഡ് ഇൻകറക്റ്റ് റെസ്പോൺസസ്. തെറ്റായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന പിഴവുകളാണ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. സപ്പോസ് ദ ടീച്ചർ ആസ്ക്ഡ് ദ students to measure the length of the teacher's table in the classroom. ക്ലാസ്സിലെ ടീച്ചറുടെ ടേബിളിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു. എന്താണ് സംഭവിക്കുക? ഓരോ വിദ്യാർത്ഥികളും മെഷർ ചെയ്ത ഈ ലെങ്ത്തിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകാം. ഇത് എന്തുകൊണ്ടൊക്കെ സംഭവിക്കാം? കെയർലെസ്നെസ് ഓഫ് ദ സ്റ്റുഡൻസ് ഒരു കാരണമാണ്. ശ്രദ്ധിക്കാതെ അളക്കുക, മെഷറിംഗ് ടേപ്പിലുള്ള ഡിഫറൻസ്, ഇത്തരം കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ തെറ്റായ ലെങ്ത് ആയിരിക്കും കുട്ടികൾ മെഷർ ചെയ്തിട്ടുണ്ടാവുക. ആ തെറ്റായ ലെങ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ എറർ സംഭവിക്കും. എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും തെറ്റായ പ്രതികരണങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ. ദാറ്റ് മീൻസ് വെൻ വി റെക്കോർഡ് ഇൻകറക്റ്റ് റെസ്പോൺസസ്. ഇപ്പോൾ ടീച്ചേഴ്സ് ടേബിളിൻ്റെ മെഷർമെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ചില കേസിൽ ഇൻവെസ്റ്റിഗേറ്റർ, അതായത് സ്റ്റാറ്റിസ്റ്റീഷ്യൻ, റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ചില ഡിജിറ്റ്സ് എല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്യേണ്ടത് 13 ആണ്, 13 ആണ്. പക്ഷേ തെറ്റായിട്ട് 31 എന്ന്
റെക്കോർഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു എറർ സംഭവിച്ചു. അപ്പം ഇങ്ങനെയും ഈ ഡാറ്റ അക്വിസിഷനിൽ, അതായത് ദത്തങ്ങൾ ശേഖരിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ വരാം. അതൊരു നോൺ സാമ്പിളിംഗ് എററാണ്. അപ്പം മനസ്സിലാക്കുക, ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞു ടീച്ചേഴ്സ് ടേബിള് മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ രേഖപ്പെടുമ്പോൾ തെറ്റായ ഒരു പ്രതികരണം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ സംഭവിക്കാം. 13 എന്നതിന് പകരം 31 നമ്മൾ രേഖപ്പെടുത്തി, അപ്പോഴും അവിടെ പിഴവുകൾ വന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഡാറ്റ അക്വിസിഷനിൽ എറേഴ്സ് വരാം. അതൊരു പ്രധാനപ്പെട്ട നോൺ സാമ്പിളിംഗ് എററാണ്. അപ്പം എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ ഇസ് എ ടൈപ്പ് ഓഫ് നോൺ സാമ്പിളിംഗ് എറർ. ഇനി വേറൊരു കേസ് വരുന്നത്, രണ്ടാമത് ഒരു നോൺ സാമ്പിളിംഗ് എററായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് നോൺ റെസ്പോൺസ് എറേഴ്സ് ആണ്. അതായത് നോൺ റെസ്പോൺസ് എറേഴ്സ്. എന്താണ് ഈ നോൺ റെസ്പോൺസ് എറേഴ്സ്? ഇതൊരു നോൺ സാമ്പിളിംഗ് എററിന് കാരണമാണ്. പ്രതികരണമില്ലായ്മ കൊണ്ടുള്ള പിഴവുകളാണ് ഈ നോൺ റെസ്പോൺസ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രതികരണമില്ലായ്മ കൊണ്ടുണ്ടാവുന്ന പിഴവുകൾ. ഇപ്പൊ ചില കേസിൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് ആ സാമ്പിൾ എടുത്ത പോപ്പുലേഷനിൽ നിന്ന് എടുത്ത സാമ്പിൾസിനെ കാണാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെയും ഒരു പിഴവ് സംഭവിക്കാം. അത്തരത്തിലുള്ള പിഴവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ റെസ്പോൺസ് എറേഴ്സ്. നോൺ റെസ്പോൺസ് എറേഴ്സ് occurs when an investigator fails to contact a person in the sample or he refuses to respond. നോൺ റെസ്പോൺസ് എറേഴ്സ് എപ്പോഴാണ് സംഭവിക്കുക? ഇൻവെസ്റ്റിഗേറ്റർക്ക് സാമ്പിൾ എടുത്ത ആ വ്യക്തിയെ കാണാൻ പറ്റാതിരിക്കുമ്പോൾ, അഥവാ ആ വ്യക്തി ചില സാഹചര്യത്തിൽ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ, അപ്പോഴും അവിടെ എറേഴ്സിന് സാധ്യതയുണ്ട്. ആ എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ റെസ്പോൺസ് എറേഴ്സ്. പ്രതികരണമില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന തെറ്റുകൾ. ഇനി മൂന്നാമത്തത് പറയുന്നത്, ഒരു നോൺ സാമ്പിളിംഗ് എറർ ആയിട്ട് പറയുന്നത് സാമ്പിളിംഗ് ബയസ് ആണ്. സാമ്പിളിംഗ് ചായ്വ് അതെപ്പോഴാണ് സംഭവിക്കാൻ സാധ്യത? ഒരു പ്രധാനപ്പെട്ട നോൺ സാമ്പിളിംഗ് എററാണ്. ഈ സാമ്പിളിംഗ് ബയസ് എപ്പോഴാണ് സംഭവിക്കുക? Sampling bias occurs when the sampling plan is such that some members of the target population are not included in the sample. Sampling ചായ്വ് എപ്പോഴാണ് സംഭവിക്കുക? പോപ്പുലേഷനിലെ ചില അംഗങ്ങളെ സാമ്പിളിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ വരുമ്പോഴാണ് സാമ്പിളിംഗ് ചായ്വ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഇൻഇക്വാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇൻഇക്വാലിറ്റിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും സാമ്പിൾ എടുക്കുന്ന സമയത്ത് ലോ ഇൻകം പീപ്പിളിനെ അതിൽ ഉൾപ്പെടുത്തണം. വരുമാനം കുറവുള്ളവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇൻഇക്വാലിറ്റി പഠിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ് ആ ഗ്രൂപ്പിനെ. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിനെ സാമ്പിൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പഠനം തെറ്റാവും, തെറ്റായ നിഗമനത്തിലേക്ക് എത്തിച്ചേരും. അവിടെ ഇൻഇക്വാലിറ്റി ഇല്ല, റിച്ചർ പീപ്പിളിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ അവസാനം നമ്മൾ എത്തുന്ന നിഗമനം there is no inequality in the society. പക്ഷെ അത് തെറ്റായ ഒരു നിഗമനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഇക്വാലിറ്റി ഇല്ല എന്ന് നമ്മൾ എത്തിച്ചേരാനുണ്ടായ കാരണം നമ്മൾ എടുത്തത് റിച്ചർ പീപ്പിളിനെ മാത്രമാണ്. വി ഇഗ്നോർഡ് ദ ലോ ഇൻകം പീപ്പിൾ. അപ്പൊ അങ്ങനെ പോപ്പുലേഷനിൽ ചില അംഗങ്ങളെ സാമ്പിൾ ഉൾപ്പെടുത്താൻ കഴിയാതെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് ബയസ്. സാമ്പിളിംഗ് ബയസ് occurs when the sampling plan is such that some members of the target population are not included in the sample. പോപ്പുലേഷനിലെ ചില അംഗങ്ങളെ സാമ്പിളിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സാമ്പിളിംഗ് ബയസ് സംഭവിക്കുന്നത്, സാമ്പിളിംഗ് ചായ്വ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഒരിക്കൽ കൂടി പറയാം, നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കാൻ ഉള്ള സാധ്യതകൾ ഈ 3 രീതിയിലാണ്. ഒന്ന്,
ഇറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ, ദത്തങ്ങൾ ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ നമ്മൾ കണ്ടു. ടീച്ചേഴ്സിൻ്റെ ടേബിള് മെഷർ ചെയ്യുമ്പോൾ ലെങ്ത്തിലുണ്ടാകുന്ന പല കുട്ടികളും തരുന്ന അളവുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് തെറ്റായി നമ്മൾ രേഖപ്പെടുത്താൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അതുപോലെ തന്നെ 13 പകരം 31 എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതൊക്കെ ഇറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷനിൽ വരുന്നതാണ്. തെറ്റായ പ്രതികരണങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ, അത് നോൺ സാമ്പിളിംഗ് എററാണ്. അതുപോലെ നോൺ റെസ്പോൺസ് ഇറേഴ്സ്, പ്രതികരണമില്ലായ്മ കൊണ്ട് വരുന്ന തെറ്റുകൾ. ഇപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ സ്റ്റാറ്റിസ്റ്റീഷ്യൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് റിമോട്ട് ഏരിയാസിലുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ കാണാൻ തന്നെ കഴിയില്ല. അവരിൽ നിന്ന് റെസ്പോൺസ് തന്നെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. ചിലർ റെസ്പോണ്ട് ചെയ്യാൻ തന്നെ മടിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നോൺ റെസ്പോൺസ് ഇറേഴ്സ്, പ്രതികരണമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പിഴവുകൾ, അതും വരാം. മൂന്നാമത്തെ കേസാണ് സാമ്പിളിംഗ് ബയസ്, സാമ്പിളിംഗ് ചായ്വ്. അത് ഞാൻ പറഞ്ഞു, പോപ്പുലേഷനിൽ നിന്ന് ചില അംഗങ്ങളെ സാമ്പിളിങ്ങിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോൾ. അപ്പം നമ്മൾ ഇനുക്കാലിറ്റിയെ കുറിച്ചുള്ള പഠനമൊക്കെ പറഞ്ഞു. അപ്പം അതിൽ ശരിക്കും ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലോ ഇൻകം പീപ്പിളാണ്. ഇനുക്കാലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ലോ ഇൻകം പീപ്പിൾ എന്തായാലും സാമ്പിളിങ്ങിൽ വരണം. അപ്പോൾ അവർ വരാതിരിക്കുമ്പോൾ അത് എന്തിന് കാരണമാകും? സാമ്പിളിംഗ് ബയസ് ആണ്. അത് ഒരു നോൺ സാമ്പിളിംഗ് എററാണ്. ഈ നോൺ സാമ്പിളിംഗ് എററിന്റെ ഒരു പ്രത്യേകത, ദിസ് ഇസ് മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറർ. കാരണം സാമ്പിളിംഗ് എറർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ കണ്ടു, സാമ്പിളിന്റെ എണ്ണം കൂട്ടിയാൽ മതി. പക്ഷേ ഇവിടെ വരുന്ന തെറ്റുകൾ നമുക്ക് ഇല്ലാതാക്കാൻ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. സോ till then, goodbye.